വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വന്നവരാരും നേരെ തിരിച്ചു പോയിട്ടില്ല, നീ പറഞ്ഞിട്ടൊക്കെ തന്നെയാണോ വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യം സാധിച്ചിട്ടേ പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ ഉദ്ദേശം എന്തിനാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അവസാനം ചോദിക്കുന്നുണ്ട്, എങ്കിൽ പറ, നീയാണോ നിൻ്റെ മകനാണോ, ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, കളക്ടർക്ക് നേരെ നിറയൊഴിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഇങ്ങനെ വിഷ്ണുവിനെ മൊത്തം ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, കളക്ടർ നമ്മുടെ ഭൂമിയിലേക്ക് വന്നു കയറി, അപ്പോൾ അതിനെ ആരോ ഉന്നം വെച്ചു, അതാണ് അവളിപ്പോൾ തോളും തുളച്ച് ആശുപത്രിയിൽ കിടക്കുന്നത്. പക്ഷെ നേരെ നിന്ന് പിന്നെ പൊരുതുന്ന ശീലം മാത്രമേ മാണിക്കോത്തുകാർക്കുള്ളൂ, ഒളിഞ്ഞു മറഞ്ഞു നിന്ന് ചെയ്യുന്ന രീതിയൊന്നുമില്ല. ആരാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ പോടാ എന്നിങ്ങനെ പറഞ്ഞിട്ട്, അല്ല അതൊക്കെ തിരക്കാനായിട്ട് ഇടിച്ചു കയറി നീ ഇങ്ങോട്ടത്തേക്ക് വന്നല്ലോ, നീ ആരാണ്, അവളുടെ ഗുണ്ടയാണോ അതോ ഡ്രൈവറാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം, പക്ഷെ അതിനോടൊപ്പം അവളുടെ കെട്ടിയോൺ എന്നും കൂടി ചേർക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സ്വാമിയും പിന്നെ നിർമ്മലയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ രക്തം ഭൂമിയിൽ വീണതിന് പകരം ചോദിക്കാനായിട്ട് വന്നിരിക്കുകയാണല്ലോ, പക്ഷെ നീ ഇവിടെ നിന്ന് നേരെ പോവില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വന്നിരിക്കുന്നത് വിഷ്ണുവാണ് എന്നിങ്ങനെ വിഷ്ണു ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ ചാവേറാണ്, ചാകാനായിട്ട് വന്നവൻ എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ കൊല്ലട എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹേന്ദ്രൻ നേരെ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ കൈ ചുരുട്ട് വയ്ക്കുമ്പോൾ പക്ഷേ അത് ശിവൻ വന്ന് തടുക്കുകയാണ്. അങ്ങനെ മഹേന്ദ്രനെ ഇങ്ങനെ പിടിച്ചു മാറ്റിയിട്ട് വിഷ്ണുവിൻ്റെ നേർക്ക് ഇങ്ങനെ ശിവൻ വരുന്നുണ്ട്. എന്നിട്ട് ശിവന് വിഷ്ണു ഇങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ്. ഒരു കൈ ഇങ്ങനെ വിഷ്ണുവിൻ്റെ കൈ ശിവൻ തടുക്കുന്നുണ്ട്. അപ്പം മറ്റേ കൈ കൊണ്ട് പിന്നെ വിഷ്ണു ഇടിക്കാനായിട്ട് വരുമ്പോൾ ശിവൻ അതും തടുക്കുക. രണ്ടുപേരും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കോർത്തിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി അങ്ങോട്ട് വിഷ്ണു ശിവനെയും തള്ളി മാറ്റുന്നു, ശിവൻ വിഷ്ണുവിനെയും തള്ളി മാറ്റി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും കൂടി. അപ്പോൾ ഇത് കണ്ട മഹേന്ദ്രനൊക്കെ രസിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശിവൻ പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛനാണ്, എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛൻ, ഞങ്ങൾ മകനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പക്ഷേ മകൻ നോക്കി നിൽക്കേ, അച്ഛനെ തല്ലുന്ന എന്തായാലും ഞാൻ നോക്കി നിൽക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ അച്ഛനായാലും മകനായാലും എൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണം, അതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ജില്ലാ കളക്ടർ ശാലിനിക്ക് നേരെ നിറയൊഴിച്ച് ഇപ്പോൾ അവൾ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ അത് ചോദിക്കാൻ തന്നെയാണ് വന്നത്, ഞാൻ വിഷ്ണു, പിന്നെ എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് പിറകോട്ടുള്ള കഥ നോക്കേണ്ടി വരും, പാളയം മാർക്കറ്റിൽ പോയി തിരക്കിയാൽ മതി, ഇടിവള വിഷ്ണു, പാളയം വിഷ്ണു എന്നൊക്കെ പല പേരുകളാണ്, അവിടെ പോയി അന്വേഷിച്ചാൽ എന്നെക്കുറിച്ച് അറിയാൻ കഴിയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുകയാണ്, അപ്പോൾ നീ സ്വയം പരിചയപ്പെടുത്ത സ്ഥിതിക്ക് ഞാനും എന്നെക്കുറിച്ച് പറയും, എനിക്ക് പുറകോട്ടുള്ള കഥകളൊന്നുമില്ല, ഞാൻ പുറത്തൊന്നും അല്ലായിരുന്നു, അകത്തായിരുന്നു, സെൻട്രൽ ജയിലിൽ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവിടെ എൻ്റെ നേർക്ക് വന്ന ഒരു വാർഡൻ മൂക്ക് ഒരു പിന്നെ പാലം തെറ്റി അവിടെ ഇപ്പോഴും ഉണ്ട്, വയറ്റിൽ നിന്ന് പോയിട്ട് കുറേ ദിവസമായി, അങ്ങനെയാണ് അവർ കൂട്ടിരിപ്പുകാരും വാർഡനും ബാക്കി എല്ലാവരും ഒക്കെ വന്നത്, നീ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്, മകൾ അതൊന്നും താങ്ങൂല, ഈ വിഷ്ണുവിൻ്റെ ഇടിയൊന്നും താങ്ങൂല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഈ ശാലിനിയെ ചെയ്ത് ആരാണ്, എനിക്ക് ഇതേ മാത്രം കിട്ടിയാൽ മതി, അച്ഛനായാലും മകനായാലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി തന്നെയാണ് നിൻ്റെയൊക്കെ ഈ മടയിലേക്ക് ഞാൻ കയറി വന്നിങ്ങനെ നെഞ്ചും വിരിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്നത്, അതിനെ എനിക്ക് തടുക്കാനായിട്ടും ചുറ്റും നിൽക്കാനായിട്ടും എനിക്ക് നിന്നെ നിർത്തിയേക്കുന്ന പോലെ പിന്നെ കാവൽക്കാരൊന്നും എനിക്ക് ആവശ്യമില്ല, ഈ വിഷ്ണു ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് മുണ്ടും അടക്കി കുത്തുന്നുണ്ട്. അതേപോലെ ശിവൻ നിൽക്കുകയാണ്. എന്നിട്ട് കേട്ടോടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരടി ശിവൻ്റെ കർണം നോക്കി പൊട്ടിക്കുകയാണ്. അത് ഓർക്കാപ്പുറത്തായതുകൊണ്ട് ശിവന് താങ്ങുന്നില്ല. പക്ഷേ തിരിച്ച് ശിവനും അതേപോലെ ഒന്ന് വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ്. ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചൊരെണ്ണം അതേപോലെ കറക്റ്റ് തട്ടത്തിരുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊടുക്കുന്നുമുണ്ട് വാങ്ങിക്കുന്നുമുണ്ട്. അന്നേരം നിങ്ങളിത് നോക്കി നിൽക്കുകയാണോ, മുട്ടനാടുകൾ തമ്മിൽ ഇടികൂടി ചോര എടുപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ മാറിയില്ലേ എന്ന് നിർമ്മല ഇങ്ങനെ ഇത് കണ്ടിട്ട് പേടിച്ച് ചോദിക്കുകയാണ്. മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം യുദ്ധം ചേകവന്മാർ തമ്മിലാകുമ്പോൾ അതിൽ ഒരു ചേകവൻ വീഴണം, അതാണ് യുദ്ധതന്ത്രം എന്ന് പറയുമ്പോൾ അത് വീഴുന്നത് സ്വന്തം മകനാണെങ്കിലും ചോദിക്കുകയാണ്. അന്നേരം അത് അവൻ്റെ വിധിയാണെന്ന് കരുതി ആശ്വസിക്കുമെന്ന് പറയുമ്പോൾ ഇവർ തങ്ങളിൽ ഇടി അങ്ങോട്ട് മൂർച്ഛിക്കുകയാണ്. അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് സെക്യൂരിറ്റി കയറി വരുമ്പോൾ സെക്യൂരിറ്റിയെ വിഷ്ണു ചാവിട്ടി ഇടുന്നുണ്ട്. ഈ കുട്ടിയെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അങ്ങോട്ടത്തേക്ക്. അപ്പോൾ കുട്ടിക്കും കിട്ടുന്നുണ്ട് നല്ല ഇടി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ നോക്കി നിൽക്കാനായിട്ട് സാധിക്കില്ല, ഞാൻ അവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് നിർമ്മല ഇടയ്ക്ക് കയറി ചെന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. പക്ഷെ ഒന്ന് മാറിയ ശേഷം വീണ്ടും രണ്ടുപേരും ഇങ്ങനെ അടിക്കാനായിട്ട് വരുമ്പോൾ നിർമ്മല ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഇവനാണ് എൻ്റെ ശാലിനിയെ വെടിവെച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ അവൻ അങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ നിർമ്മല തടുത്ത് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കൊല്ലണമായിരുന്നുണ്ടെങ്കിൽ 100-100 അവൻ എന്തിനാണ് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയത്? എത്രയോ പേര് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് മരിക്കുന്നു. അവൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ ചെയ്യാമായിരുന്നു. അവൻ എന്തിന് രക്ഷനായിട്ട് കൂടെ എത്തി? അപ്പോൾ നിനക്കതൊന്ന് ചിന്തിച്ചൂടായിരുന്നോ മോനെ എന്നിങ്ങനെ ഈ നിർമ്മല ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഇവൻ അതിലൊരു പങ്കുമില്ല, എൻ്റെ മകനാണ് ഇവൻ, അപ്പോൾ അവൻ ഇങ്ങനെ ഒരു നെറുകേട് കാണിക്കില്ല എന്നിങ്ങനെ നിർമ്മല തറപ്പിച്ച് പറയുകയാണ്. ഇനി പിന്നെ അവനെ പ്രസവിച്ച അമ്മയാണ് പറയുന്നത്, ഇനി അവൻ എന്തെങ്കിലും ഒരു പങ്ക് ഇതിലുണ്ട് എന്ന് അറിഞ്ഞാൽ അന്ന് ആ ഒരു നിമിഷം നിൻ്റെ മുമ്പിൽ വെച്ച് ഈ അമ്മ ജീവൻ എടുക്കും. എൻ്റെ ജീവൻ തന്നെയാണ് ഞാൻ ഇതിന് ഇതായിട്ട് വയ്ക്കുന്നത്, മകൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. നിനക്കും ഇല്ലേ ഒരമ്മ പറയുന്നതായിട്ട് വിശ്വസിക്കണം നീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. ശിവൻ അങ്ങനെ ചെയ്തില്ല, ഒരു നെറുകേടും ചെയ്യില്ല എന്നുള്ളത് പറയുമ്പോൾ വിഷ്ണു ഒന്നടങ്ങുകയാണ്. അന്നേരം ഈ മഹേന്ദ്രനും സ്വാമിയും ഈ ചന്ദ്രയും ശിവനും ഒന്നും മിണ്ടുന്നില്ല, അവരെല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം വിഷ്ണു ഇങ്ങനെ നിർമ്മലയുടെ കയ്യങ്ങ് മാറ്റിയിട്ട് ശിവൻ്റെ അടുത്തേക്ക് ഒന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പോവുകയാണ്, ഈ അമ്മയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ പോവുകയാണ്. പക്ഷേ ഇതിൽ നിനക്കോ നിൻ്റെ തന്തയ്ക്കോ എന്തെങ്കിലും പങ്കുണ്ട് എന്നറിഞ്ഞാൽ അന്ന് ഞാൻ വരും, കരുതിയിരുന്നോ എന്നിങ്ങനെ പറയുകയാണ്, വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശിവൻ അത്രയും നേരം ഉണ്ടായിരുന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, പിന്നെ കാടിളകി വരുന്ന കാട്ടാനെ മെരുക്കാനായിട്ട് എനിക്ക് ഒരു വാരിക്കുഴിയുടെ ആവശ്യമേ ഉള്ളൂ, പക്ഷേ മതം പൊട്ടി വരുന്ന നിന്നെ മെരുക്കാനായിട്ട് എനിക്ക് ഒരു വാരിക്കുഴിയുടെയും ആവശ്യമില്ല, തെക്കേപ്പറമ്പിൽ ഒരു കുഴി വെട്ടിയാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു തൻ്റെ വാളയൊക്കെ ഒന്നുകൂടി ഇങ്ങ് മുകളിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കുഴി എടുക്കുന്ന മീശയൊക്കെ വിഷ്ണു ഇങ്ങനെ പിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുഴിയൊക്കെ എടുക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ അതിൽ ആരാണ് കിടക്കേണ്ടത്, നിൻ്റെ തന്തയോ മകനോ എന്നുള്ളത് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. മകള് വിഷ്ണുവിൻ്റെ ഇത് താങ്ങൂല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ ആണാണെങ്കിൽ ചെയ്ത് കാണിക്കടാ, എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ആ ഒരു പട്ട നിനക്ക് ഞാൻ ചാർത്തി തരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, ആയിക്കോട്ടെ, നിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് വിഷ്ണു ഇവിടെ നിന്ന് പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കെണി ഞാൻ ഒരുക്കിക്കൊണ്ട് ഇനി വരിക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം അതിന് തടുക്കാനുള്ളതും ഞാൻ ഒരുക്കി ഇവിടെ ഇരിക്കും എന്നിങ്ങനെ തിരിച്ച് ശിവനും പറയുന്നുണ്ട്. അന്നേരം കാണാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുമല്ലോ, അതേപോലെ കാണിക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കാണിക്കുമ്പോൾ ശിവനും അതിങ്ങനെ ഏറ്റ് പിടിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് കൈ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് കാണാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു മുണ്ടൊക്കെ ഇങ്ങനെ തിരിച്ച് മടക്കി കുത്തിയിട്ട് വിഷ്ണു അവിടെ നിന്ന് സ്ലോ മോഷനിൽ അങ്ങ് ജീപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ജീപ്പിൻ്റെ അടുത്ത് ചെന്നിട്ടും വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞ് ശിവനെ തന്നെ നോക്കുകയാണ്. അന്നേരം ശിവനും അതേ ഒരു വാശിയിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഇവരെ രണ്ടുപേരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണു വണ്ടിയെടുത്ത് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫൈറ്റ് സീനിൽ രണ്ടുപേരും ഒരേപോലെ നിന്നെങ്കിലും ആ ഒരു വിഷ്ണു തന്നെയാണ് അവസാനം മുന്നിട്ട് നിന്നത്. നായകനാണല്ലോ ആദ്യത്തെ സ്ഥാനം വരുന്നത്. പക്ഷേ ശിവൻ വിഷ്ണുവിൻ്റെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് അറച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഒരു ഉലുക്കവുമില്ലാതെ തന്നെ നിൽക്കുകയാണ്. വിഷ്ണു പോയ ശേഷമാണെങ്കിൽ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ശിവനോട് പറയുന്നുണ്ട്, അവനിലൊരു തീയുണ്ട്, അത് ആളി പടരാതെ അത് കെടുത്തണം, ആ ഒരു ഇത് നീ നോക്കിക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അവൻ എനിക്ക് പിന്നെ തണ്ടിക്ക് തണ്ടി തന്നെയാണ്, ചങ്കുറപ്പുള്ളവൻ, പൊരുതി കൂടെ നിൽക്കാവുന്നവൻ, പക്ഷേ ഇനി ഒരു വരവ് കൂടി അവൻ ഇങ്ങോട്ടത്തേക്ക് ഇതുപോലെ വന്നാൽ അവന് പിന്നെ മടക്കമുണ്ടാവില്ല, ഒടുക്കമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണു ജീപ്പിലേക്ക് കയറിപ്പോയതുപോലെ അതേപോലെ ശിവനും ഉണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് സ്ലോ മോഷനിൽ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതേ സമയം വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനാണെങ്കിൽ ഇങ്ങനെ റോഡിലൂടെ നോക്കുമ്പോൾ തലയൊക്കെ ഇങ്ങനെ പെരുക്കുന്നുണ്ട്. എന്നിട്ട് കാഴ്ച ഇങ്ങനെ ചെറുതായിട്ട് മങ്ങുകയാണ്. ഫ്രണ്ടിലുള്ള ഒന്നും വിഷ്ണുവിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം വണ്ടി ബാലൻസ് തെറ്റുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് വിഷ്ണു വണ്ടി നിർത്തുകയാണ്. വണ്ടി നിർത്തിയിട്ട് വിഷ്ണു ഇങ്ങനെ തലയിലേക്ക് ഇട്ടങ്ങോട്ട് തട്ടുകയാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും മങ്ങിയ രൂപങ്ങൾ മാത്രം വിഷ്ണുവിനെ കാണാനായിട്ട് സാധിക്കുന്നു. വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നുണ്ട്. എങ്ങോട്ടെന്നില്ലാതെ റോഡിലൂടെ തന്നെ വിഷ്ണു നടക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ റോഡിൻ്റെ മധ്യത്തേക്കാകുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. വിഷ്ണു പെട്ടെന്ന് ആ വണ്ടിയിൽ, പക്ഷെ വണ്ടി ചവിട്ടി നിർത്തുന്നുണ്ട്, പക്ഷേ വിഷ്ണു അങ്ങ് റോഡിലേക്ക് വീഴുകയാണ്. അന്നേരം ആ വണ്ടിയിൽ നിന്ന് രേഷ്മയും രേഷ്മയുടെ ആ കൂട്ടുകാരും പയ്യനുമാണ് ഇറങ്ങുന്നത്. അന്നേരം വിഷ്ണു എന്നും പറഞ്ഞ് ഓടി രേഷ്മ ചെല്ലുകയാണ്. എന്നിട്ട് പക്ഷേ വിഷ്ണുവിന് കണ്ണ് ഇറുക്കി അടച്ചിരിക്കുകയാണ്. തല നന്നായിട്ട് വിഷ്ണു തലയിൽ ഇങ്ങനെ പിടിച്ചിട്ടുമുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് വിഷ്ണുവിനെ ഇങ്ങനെ എടുക്കുന്നുണ്ട്.
ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രോഹിത് ആണെങ്കിൽ എവിടെ പോകാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ഹാളിൽ രാഘവൻ നായർ ഇരിപ്പുണ്ട്. അന്നേരം അച്ഛന് പുറത്തുനിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കെന്ത് വാങ്ങാനായില്ല, എണ്ണയും കുഴമ്പൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ കുറച്ച് രാശനാദിപ്പൊടി വാങ്ങിച്ചോ, നീരിറക്കമുണ്ട്, കുളിച്ചിട്ട് തലയിൽ വെക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശരിയെന്നും പറഞ്ഞ് രോഹിത് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭാമയാണെങ്കിൽ ഒരു പേപ്പറുമായിട്ട് വരികയാണ്. എന്നിട്ട് ആ പേപ്പർ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം പൊന്നി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇതെന്താ ഹൈദ്രോസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരും അവരുടെ കുറേ പൈസ എഴുതിയിരിക്കുകയാണ്. അന്നേരം ഇത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയാണ്, ഇത് പലിശ, ഇത് കൂട്ടുപലിശ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഹൈദ്രോസ് ആണല്ലോ കൂടുതൽ തരാനുള്ളതെന്നൊക്കെ പറയുകയാണ്. അന്നേരം അവന് തരാനില്ലാഞ്ഞിട്ടൊന്നുമല്ല, പണത്തിൻ്റെ ഹുങ്കാണ്, ഇന്ന് മുതൽ നീ ഇത് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയുകയാണ്. അന്നേരം ഇത് വിഷ്ണു ബ്രോയല്ലേ വാങ്ങിച്ചിരുന്നതെന്ന് പറയുകയാണ്. അന്നേരം അത് നീ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ രാഘവൻ നായരും പറയുന്നുണ്ട് വിഷ്ണുവിനെ പറയുന്നത് പോലെ അവനെ കൊണ്ട് പറ്റുമോ എന്ന്. അന്നേരം പറ്റിയാൽ എന്താ, ഓരോന്നും ചെയ്ത് തന്നെയാണ് ശീലമാകുന്നത്, പിന്നെ ഇതിന് വേണ്ടത് വിശ്വാസമാണ് വേണ്ടത്. അത് തകർന്നാലും മകനായാലും മരുമകനായാലും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവൻ അത് ചെയ്തോളും, വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, എനിക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ ചെയ്യാന്നൊക്കെ രീതിക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് അത് ഈ ഹൈദ്രോസിൻ്റെ എന്നൊക്കെ ഹൈദ്രോസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ വിശ്വാസം മാത്രം പോരാ, മസിൽ പവർ കൂടി വേണം, അതിവനെ കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്, വിഷ്ണു അല്ല രോഹിത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ വിഷ്ണുവിനെ എന്തായാലും പിന്നെ രേഷ്മയും പയ്യനും കൂടി ചേർന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. ഇനി ആ വിഷ്ണുവിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി രേഷ്മയ്ക്ക് കൂടി മനസ്സിലാകുമോ, അത് എങ്ങനെയാണ് ശാലിനി അറിയിക്കുമോ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് പക്ഷേ ശാലിനി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ ആ ഒരു ഓപ്പറേഷൻ ഈ ഒരു സമയത്തിനകം നടക്കുകയാണെങ്കിൽ എല്ലാം ശുഭമായിട്ട് നടക്കും. പക്ഷെ എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയാം. പക്ഷേ ആൻ്റണിയെയും പിടിക്കുമെന്നുള്ളതാണ് ശിവൻ. അതിനോടകം ശിവൻ ആൻ്റണിയാണ് വെടിവെച്ചതെന്നുള്ളത് കണ്ടുപിടിക്കാതിരിക്കും. അപ്പോൾ ശിവനും വിഷ്ണുവും തമ്മിലൊരു ടേംസ് വരികയും ചെയ്യും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.